ഹായ് ഫ്രണ്ട്സ്, മൂന്നാർ വിശേഷങ്ങളുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൊട്ടാണിക്കൽ ഗാർഡനിലെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വട്ടവടയിലേക്കാണ് കേട്ടോ. ഒരിക്കൽ പോലും പോയിട്ടില്ലാത്ത, മറ്റുള്ളവരിൽ നിന്ന് കേട്ട് പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരിടമാണ് ഈ വട്ടവട. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വട്ടവടയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. മൂന്നാർ വിശേഷങ്ങളുടെ ആദ്യ വ്ലോഗ് കാണാത്ത കൂട്ടുകാരൊക്കെ തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് കാണൂ കേട്ടോ. അങ്ങനെ വട്ടവട യാത്ര തുടക്കം തന്നെ ഞങ്ങളെ സ്വീകരിച്ചത് കോട പുതച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും റോഡിനെ പോലും നമ്മുടെ കാഴ്ചകളിൽ നിന്നും മറച്ച് നമ്മെ തഴുകി കടന്നു പോകുന്ന കോടമഞ്ഞും ആയിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റും. ഈ ഒരു യാത്ര പകുതിയായപ്പോഴേക്കും മൂന്നാറിൻ്റെ തണുപ്പ് കുറച്ച് കട്ടിയായി തുടങ്ങി കേട്ടോ. സ്വെറ്റർ ഇല്ലാണ്ട് മുന്നോട്ടേക്കുള്ള യാത്ര പറ്റില്ല എന്നൊക്കെ ഞങ്ങൾ മനസ്സിൽ കരുതിയതാണ് കേട്ടോ. പക്ഷെ മക്കൾസൊന്നും സ്വെറ്റർ ഇടാൻ തയ്യാറായേ ഇല്ല കേട്ടോ. അവർ നല്ലതുപോലെ ആ തണുപ്പ് ആസ്വദിച്ച് അങ്ങനെ യാത്ര തുടർന്നു എന്ന് തന്നെ പറയാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിറങ്ങി കോടയുടെയും കോട പുതച്ചിറങ്ങുന്ന തേയിലത്തോട്ടങ്ങളുടെയും മനോഹാരിത ആസ്വദിച്ചാണ് കേട്ടോ ഞങ്ങൾ യാത്ര തുടർന്നത്. പ്രത്യേകിച്ച് പെട്ടിക്കടകളെത്തുമ്പോൾ നിർത്തി ചെറുചായയും ചെറുകടികളും ഒക്കെ കഴിച്ച് കുറേ നേരം കോടയൊക്കെ നോക്കി നിന്ന് ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു കേട്ടോ. ഈ കോടയനോട് എനിക്കൊരു പ്രത്യേക അടുപ്പുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൂട് എനിക്കധികം പറ്റില്ല, ഈ മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. എന്നാൽ തണുപ്പ് എത്രയായാലും കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ തണുത്ത പ്രദേശങ്ങളാണ് എനിക്ക് ചൂടുള്ള പ്രദേശങ്ങളെക്കാൾ ഒന്നുകൂടെ ഇഷ്ടം. അങ്ങനെ വട്ടവടയ്ക്ക് അടുക്കും തോറും കോട മാറി അത് ചെറിയ ചാറ്റമഴയായി തുടങ്ങിയിട്ടോ. പിന്നെ മൃഗങ്ങളെ ഒന്നും കണ്ടില്ലെന്ന് ഞങ്ങൾ കുറേയായി പരാതി പറയുന്നുണ്ടായേ. അതെന്താന്ന് വെച്ചാൽ, വണ്ടിയിൽ കയറിയപ്പോൾ മുതൽക്ക് ആന ഇറങ്ങണ കഥകൾ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചാണ് കേട്ടോ കൊടുന്നത്. അപ്പോൾ എന്തായാലും കണ്ടില്ലെന്നുള്ള പരാതി തീർക്കാൻ പാകത്തിന് ഒരു കുതിര ഞങ്ങളുടെ വണ്ടിക്ക് കുറുകെ കടന്നു പോയിട്ടോ. വട്ടവട ഞങ്ങളെ സ്വീകരിച്ചതോ വാനരന്മാരും കേട്ടോ. അവര് അവരുടേതായ ജോലികളിൽ നല്ല ബിസി ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വട്ടവട വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാത്തതാണ് കേട്ടോ ജീപ്പ് സവാരി. പ്രതീക്ഷിക്കാതെ ജീപ്പ് സവാരി എടുത്തുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായേ. പിന്നെ മക്കൾസ് മുന്നിട്ടിറങ്ങിയോണ്ട് നമ്മുടെ ടെൻഷൻ ആര് വകവയ്ക്കാനല്ലേ. ചെറിയ പേടിയുണ്ടെങ്കിലും ഞങ്ങളും തിരിഞ്ഞ് നോക്കാതെ മുന്നോട്ടേക്ക് തന്നെ അങ്ങ് യാത്ര തുടർന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ജീപ്പ് സവാരി ഞാൻ ചെയ്യുന്നത്. എക്സൈറ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ പേടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓഫ് റോഡ് തന്നെ ആട്ടോ. പിന്നെ മക്കൾസ് ഉള്ളതുകൊണ്ട് ഒരു മയത്തിലൊക്കെയാണ് കേട്ടോ ആ പുള്ളി വണ്ടി ഓടിച്ചത്. അങ്ങനെ പിന്നെ കുറേ നേരം ജീപ്പ് സവാരിയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേനും തണുപ്പിൻ്റെ ശക്തി നല്ലതുപോലെ കൂടി തുടങ്ങി കേട്ടോ. നല്ലതുപോലെ കൂടി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആ തണുത്ത കാറ്റും ഒക്കെ അങ്ങ് വന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്ത് തുടങ്ങി കേട്ടോ. നമ്മുടെ താടികളൊക്കെ കൂട്ടിയടിച്ച് തുടങ്ങിയെന്ന് പറയാം. മൂന്നാറിനേക്കാളും നല്ല തണുപ്പായിരുന്നു കേട്ടോ വട്ടവടയ്ക്ക്. കുറച്ച് ദൂരം വരെ മഴയായിരുന്നേ. ഞങ്ങളെല്ലാം തണുത്ത് വിറച്ച്, പക്ഷെ നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. ഇനി പുള്ളിയുടെ ഒരു ജീപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം ഡാൻസ് കണ്ടിട്ടുണ്ടെന്നുള്ള ഒരു ചോദ്യം, പിന്നെ എടുപിടിയുന്ന ഒരു ജീപ്പ് ഡാൻസും, ആ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ എക്സൈറ്റ്മെൻറ്റ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ മൂന്നാർ പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ ജീപ്പ് സവാരി മിസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യമേ ചെന്നത് ഒരു കൃഷി ഫാമിലേക്കാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു എന്ന് പറയാം. സ്റ്റെപ്പ് ഫാമിംഗ് രീതിയിലാണ് കേട്ടോ അവിടെ കൃഷി ചെയ്തേക്കണേ. അപ്പോൾ അത് ഓരോ വിശേഷങ്ങളും അവർ നല്ലതുപോലെ തന്നെ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള വീടുകൾ, ആളുകളുടെ ജീവിത രീതികൾ ഒക്കെയാണ് കേട്ടോ ഇവിടെ ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇതുപോലത്തെ വീടുകളും അവരുടെ ജീവിത രീതികളും ഒക്കെ ഞാൻ ആ ചേച്ചീനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽക്ക് ബീൻസിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പൂക്കാതെ നിൽക്കുന്ന നീലക്കുറിഞ്ഞി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഇതാണ് കേട്ടോ നീലക്കുറിഞ്ഞി. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടും കേട്ടുമാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങണേ. പിന്നെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ കുഞ്ഞു ട്രോഫികൾ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഇറക്കം കയറാനും ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷെ വേറെ നിവൃത്തിയില്ലല്ലോ. പിന്നെ അവരെയും കൊണ്ട് തന്നെ ഞങ്ങൾ താഴേട്ടൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാൻ നിന്നു കേട്ടോ. ഞാൻ ബീൻസിൻ്റെ ചെടി ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ കോളിഫ്ലവർ,
ബ്രക്കോളി, അവക്കാഡോ, പിന്നെ മരത്തക്കാളി, അങ്ങനെ കുറേ ഐറ്റംസ് അവർ നമ്മളെ പരിചയപ്പെടുത്തി തന്നു കേട്ടോ. ഞങ്ങൾ സീസണിനേക്കാളും കുറച്ച് നേരത്തെ ചെന്നുകൊണ്ട് തന്നെ എല്ലാ കൃഷികളും അവർ നട്ടിട്ടുണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഡിസംബർ ഒരു പകുതിയോട് കൂടിയാണ് ഇതൊക്കെ വിളവെടുക്കാറാവുള്ളൂ എന്നാണ് കേട്ടോ ആ ചേച്ചി പറഞ്ഞത്. അത് ഞങ്ങൾക്ക് മിസ്സായിപ്പോയേ. പിന്നെ ഇടവിളയായിട്ടാണോ എന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് അവർ സൂര്യകാന്തി നട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊട്ടത്തരത്തിന് ഞാൻ ആദ്യം അത് വഴുതനയാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്താണല്ലേ, പിന്നെ ആ ചേച്ചി തിരുത്തി തന്നു കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ അത്രയും പൊക്കത്തിലുള്ള സൂര്യകാന്തി ചെടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴുതനയായിട്ടാന്നേ തോന്നുള്ളൂ. അത് ഞാനങ്ങ് ചോദിച്ചു എന്നുള്ളൂ. അങ്ങനെ ഇതാണ് കേട്ടോ അവക്കാഡോയുടെ മരം. അങ്ങനെ അതും കണ്ട് മുന്നോട്ട് നടന്നപ്പോൾ ക്യാരറ്റാണ് കേട്ടോ കൂടുതലായിട്ട് കൃഷി ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയൊക്കെ ക്യാരറ്റ് വിൽക്കാൻ വെച്ചേക്കണ കണ്ട് വാങ്ങിയായിരുന്നേ. നമ്മൾ ഇവിടെ കടകളിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റേ അല്ല കേട്ടോ ആ ക്യാരറ്റിന്. നല്ലൊരു ചെറു മധുരത്തോടു കൂടിയ ക്യാരറ്റ്. പിന്നെ അങ്ങനത്തെ മരത്തക്കാളി ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ചേച്ചി. അങ്ങനെ മരത്തക്കാളി എല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, അങ്ങനെ എല്ലാം കണ്ടും കേട്ടും നിന്നപ്പോൾ ഞങ്ങൾക്കിടയിൽ ഉടലെടുത്ത ഒരു സംശയം ഞാൻ ആ ചേച്ചീനോട് ചോദിച്ചേ, എന്തുകൊണ്ടാണ് ഇതുപോലെ സ്റ്റെപ്പ് ഫാമിംഗ് രീതി നിങ്ങളിവിടെ ഉപയോഗിക്കണേന്ന്. അപ്പോൾ അവർ പറഞ്ഞൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലസേചനം എളുപ്പത്തിനാണ് കേട്ടോ. അവർക്ക് ജലം ഇവിടെ വെള്ളത്തിന് ക്ഷാമം ഇല്ല, പക്ഷെ അവർക്ക് അത് കിട്ടാനുള്ള ലഭ്യത വളരെ കുറവാണെന്നാട്ടോ പറഞ്ഞേ. അതെന്താണെന്ന് വെച്ചാൽ മലയിടുക്കുകളിൽ നിന്ന് തന്നെ വെള്ളം കനാലിൽ ശേഖരിച്ച് അവിടെ നിന്ന് ഇവർ ടാങ്കുകളിലേക്ക് പിടിച്ചു വെച്ചിട്ട് ആ ടാങ്കുകളിൽ നിന്ന് ഓസ് കൊടുത്തിട്ടാണ് ഇവർ ഈ കൃഷിയിടത്തിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ജലം കൃഷിയിടത്തിലേക്ക് എത്തിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരിതുപോലെ തട്ടായിട്ട് കൃഷി ചെയ്യണമെന്നാണ് കേട്ടോ ആ പുള്ളിക്കാരി പറഞ്ഞു തന്നത്. അപ്പോൾ എളുപ്പത്തിൽ വെള്ളം താഴേട്ട് എത്തിക്കാനായിട്ട് പറ്റും. പിന്നെ സ്പ്രിങ്കിൾ ചെയ്തിട്ടും വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ക്യാരറ്റിനൊക്കെ അവർ സ്പ്രിങ്കിൾ ചെയ്തിട്ടാണ് വെള്ളം കൊടുക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് രാസവളങ്ങളൊന്നും അവർ ഉപയോഗിക്കണില്ല. ജൈവവളങ്ങൾ മാത്രം വെച്ചിട്ടുള്ള കൃഷി ആയതുകൊണ്ട് തന്നെ വിളവിന് കുറച്ച് പൈസ കൂടുതലാണെന്നും ആ ചേച്ചി അവിടെ പറയുന്നുണ്ട് കേട്ടോ. ചാണകം കുഴച്ചിട്ടുള്ള വെള്ളമാണ് ഇതിന് ഉപയോഗിക്കണതെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നല്ല ഭംഗിയായിട്ട് അവർ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നു. ഞങ്ങൾ ചോദിച്ചതിനെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നു. എല്ലാ കൃഷികളും വിളകളും കാര്യങ്ങളും എല്ലാം ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നു. അത് ഒന്നും മനസ്സിലായില്ല നമ്മൾ വീണ്ടും ചോദിക്കണേനൊരു ബുദ്ധിമുട്ടോ ഒന്നും അവർ കാണിച്ചില്ല കേട്ടോ. അങ്ങനെ എല്ലാം കണ്ടും കേട്ടും ആവോളം ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കയറി വന്നു കേട്ടോ. തിരിച്ച് വരുന്ന വഴി പിന്നെ കുറച്ച് പേരയ്ക്കയും ഒക്കെ വാങ്ങുകയും ചെയ്തു കേട്ടോ. അപ്പോൾ വിഷമൊന്നും ഇടാത്ത നല്ല പച്ചക്കറിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പേരയ്ക്കാണ് കേട്ടോ വാങ്ങിയത്. ഉരുളക്കിഴങ്ങും ഉണ്ടായിരുന്നു, പിന്നെ വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ വെളുത്തുള്ളി തീരെ ചെറുതായതുകൊണ്ട് ഞങ്ങളത് വാങ്ങിയില്ല കേട്ടോ. പിന്നെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ചേച്ചി വേണമെങ്കിൽ പറിച്ച് തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി വാങ്ങിയത് ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ നിന്ന് പിന്നെ ക്യാരറ്റൊന്നും വാങ്ങിയില്ല കേട്ടോ. ക്യാബേജ്, ബീട്രൂട്ട്, ബ്രക്കോളി ഇതൊന്നും വിളവെടുപ്പായിട്ടില്ല. അപ്പോൾ അടുത്ത മാസം നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങ്, അപ്പോഴത്തേനും ഇതിൻ്റെയൊക്കെ വിളവെടുപ്പാവും. അപ്പോൾ വിശദമായിട്ട് വീഡിയോ എടുക്കാം എന്നുള്ള രീതിയിൽ ആ ചേച്ചി ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിശാലമായി ഞങ്ങൾ കൃഷിയിടങ്ങളൊക്കെ നടന്ന് കണ്ട് ആസ്വദിച്ച് തിരിച്ച് അതുപോലെ തന്നെ ജീപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോണേ. അപ്പോൾ ജീപ്പ് എടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നല്ലതുപോലെ ഒരു നഷ്ടമായേനെ കേട്ടോ. ഒരിക്കലും നമ്മൾ നമ്മുടെ വണ്ടിയിൽ വരുമ്പോൾ ഇതൊന്നും കാണാനായിട്ട് വരില്ലല്ലോ. അങ്ങനെ പിന്നെ അടുത്തേക്കുള്ള യാത്രയായിട്ടോ. ഇതൊക്കെ നല്ല അടിപൊളി ഓഫ് റോഡ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളെ സംബന്ധിച്ച്. കാരണം ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വഴികളിൽ കൂടെ അതും ജീപ്പിൽ യാത്ര ചെയ്യണത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സത്യത്തിൽ മക്കൾസ് പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ ലാസ്റ്റ് വരെ. ഇടയ്ക്കൊക്കെ ഒന്ന് കരഞ്ഞും ചിണുങ്ങിയൊക്കെ ഇരുന്നെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല എന്ന് പറയാം. കാരണം അന്തരീക്ഷം തണുത്തിരുന്നുകൊണ്ട് തന്നെ അവർ അത്ര പ്രോബ്ലം ആയില്ല കേട്ടോ. പിന്നെ അങ്ങനെ രണ്ടാമതെത്തിയത് ഒരു വെള്ളച്ചാട്ടം കാണാനാട്ടോ. ഇത് കുറച്ച് ദുർഘടം പിടിച്ച സ്ഥലമാണ് കേട്ടോ പോകാനായിട്ട്. പ്രത്യേകിച്ച് മക്കളെയും കൊണ്ടൊന്നും ഇറങ്ങാനേ പറ്റുന്നുണ്ടായില്ല. പിന്നെ വന്നതാണല്ലോ, എങ്ങനെ ഇറങ്ങാതെ
പോകാതിരിക്കണേന്ന് ഓർത്തിട്ട് ഇക്കായും ആങ്ങളെയും ഒക്കെ നിർബന്ധിച്ച് ഞങ്ങളെല്ലാവരും കൈകോർത്ത് പിടിച്ചാട്ടോ ഒരു പ്രകാരം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയത്. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വേണ്ട തിരിച്ചു പോകാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. അതുപോലുള്ള വഴിയായിരുന്നു കേട്ടോ. സത്യത്തിൽ എനിക്ക് ഈ ഹൈറ്റിൽ കൂടെ നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് കൈവരിയില്ലാത്ത സ്ഥലത്താണെങ്കിൽ എനിക്ക് നല്ല പേടിയാണ്. എൻ്റെ കാലൊക്കെ ഇങ്ങനെ നല്ലതുപോലെ വിറയ്ക്കാൻ തുടങ്ങും. എന്നിട്ടും ഇവർ വഴക്ക് പറഞ്ഞാണ് കേട്ടോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. പക്ഷെ ചെന്ന് വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഏതായാലും ഇവിടം വരെ ഇത്രയും കുത്തിപ്പിടിച്ച് നടന്നു വന്നത് വെറുതെ ആയില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് നേരമാണ് കേട്ടോ അവിടെ നിന്നോളൂ. കാരണം അവിടെ നിന്ന് അത്രയും നേരവും എനിക്ക് തിരിച്ചു പോണ ആ വഴികളായിരുന്നു കേട്ടോ മനസ്സിൽ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ച് അടുത്ത ഇടത്തേക്ക് എത്തിയിട്ടോ. ഇവിടെ വരാനായിട്ട് ഞങ്ങളെക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഇത്തൂനും അത്തൂനും ആയിരുന്നു കേട്ടോ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തുമോക്കായാലും അത്തുമോനക്കായാലും അവരുടെ ഫ്രൂട്ട്സിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ് കേട്ടോ. അപ്പോൾ ആ സ്ട്രോബെറിയുടെ ഫാം കാണാനായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുമോ? എത്ര പുളിയാണെങ്കിലും അവർ കടലമിഠായി തിന്നണ ലാഘവത്തോടെ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഈ സ്ട്രോബെറി. അതിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു ഫ്ലേവേർഡ് തൈരും കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. അങ്ങനെ പിന്നെ സ്ട്രോബെറികളുടെ ചെടിയും സ്ട്രോബെറി ഉണ്ടായി നിൽക്കണതും ഒക്കെ കണ്ട് ആസ്വദിച്ച് നല്ല ഇൻട്രസ്റ്റിൽ പോകുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരത്ത് ഞങ്ങളിൽ ആകെ ഇത്തുമോള് മാത്രമാണ് കേട്ടോ ഒരു ചെറിയ സ്വെറ്റർ, അതായത് ഒരു സ്വെറ്റർ ഇട്ടത്. വേറെ ആരും ഇട്ടിട്ടില്ല കേട്ടോ. ഇക്കാക്കൊക്കെ ചെറിയ മണ്ടത്തരായിന്ന് തോന്നി. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. പിന്നെ അങ്ങനെ വന്ന് വിലയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സ്ട്രോബെറിയൊക്കെ വാങ്ങി കേട്ടോ. സ്ട്രോബെറി വാങ്ങിയത് അറിയാതെ തീർന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ജീപ്പിലായിട്ട് എത്തുമ്പോൾ ഞങ്ങൾ കഴിക്കാമെന്ന് വെച്ചിരുന്നതാണ്. പക്ഷെ വെറുതെ ആയിപ്പോയി. അങ്ങനെ പിന്നെ അവർ സ്ട്രോബെറിയുടെ വൈൻ ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ തന്നു കേട്ടോ. അത്ര ഇഷ്ടമായില്ല. പക്ഷെ ആങ്ങളെ ഒരെണ്ണം വാങ്ങിയിട്ടോ. ചിലപ്പോൾ നല്ലതായിരിക്കും. നമ്മൾ ഫസ്റ്റ് ടൈം കുടിച്ചുകൊണ്ടാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതെന്നുള്ള രീതിയിൽ അവനൊരു വൈൻ വാങ്ങിയിട്ടോ. പിന്നെ നമ്മളിവിടെ കിട്ടുന്ന സ്ട്രോബെറിനേക്കാളും നല്ലൊരു മധുരം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് വാങ്ങിയ സ്ട്രോബെറിക്ക്. അതുകൊണ്ട് തന്നെ മക്കൾസ് കഴിപ്പിൻ്റെ സ്പീഡ് കുറച്ചധികം കൂടിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ പിന്നെ സ്ട്രോബെറി ഫാമും കണ്ട് കേട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് പോരുവാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ ഈ വട്ടവട യാത്ര. തണുപ്പും ജീപ്പിലുള്ള ആ യാത്രയും പുറമേ നിന്നുള്ള നല്ല കാറ്റും ഇടയ്ക്ക് പെയ്ത ചാറ്റൽ മഴയും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നേ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്ത് വന്നു. കാറെടുത്ത് നേരെ റിട്ടേൺ മൂന്നാറിലേക്ക് എത്തിയിട്ടോ. മൂന്നാറിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റൂമിൽ വന്ന് നല്ല റിലാക്സ് ആയിട്ടൊരു ഉറക്കമൊക്കെ പാസ് ചെയ്ത് പിറ്റേന്നത്തെ ട്രിപ്പിനുള്ള തയ്യാറെടുപ്പായിട്ടോ. മക്കൾസൊക്കെ നല്ല അടിപൊളി കളിയിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ ബാക്കി മൂന്നാർ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.